ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. മോഹൻ ബഗാൻ ഇതുവരെ ഒരു പുതിയ പരിശീലകനെ നിയമിച്ചിട്ടില്ല. അതിനുവേണ്ടിയുള്ള പ്രോസസ്സുകൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ തന്നെ അതുണ്ടാകും. IFF ന്യൂസ് ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് പങ്കുവച്ചിട്ടുണ്ട്. അതായത് 5 പേരുടെ ഒരു ഷോർട്ട് ലിസ്റ്റ് മോഹൻ ബഗാൻ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. 5 പേരുമായും മോഹൻ ബഗാൻ ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ട് എന്നൊക്കെയാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ പരിശീലകനായിരുന്ന ഇവാൻ ആശാനും ഈ ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ട് എന്നാണ് IFF ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അവരുടെ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. അതായത് ജൂൺ 22-ാം തീയതി ഒരു അന്തിമ തീരുമാനം മോഹൻ ബഗാൻ എടുക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. 5 പേരുടെ ഒരു ഷോർട്ട് ലിസ്റ്റ് അവർ തയ്യാറാക്കിയിരുന്നു. ഈ 5 പേരുമായും മാനേജ്മെന്റ് ഇപ്പോൾ ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ട്. നിലവിൽ മുന്നിട്ട് നിൽക്കുന്ന പരിശീലകൻ അത് ദിൽബരിസ് ആണ്. അതായത് നേരത്തെ പഞ്ചാബിനെ പരിശീലിപ്പിച്ച പരിശീലകനാണ് ദിൽബരിസ്. അദ്ദേഹമാണ് മുന്നിട്ട് നിൽക്കുന്നത്. കൂടാതെ അന്റോണിയോ ലോപ്പസ് ഹബാസ് അവിടെയുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തെ ടെക്നിക്കൽ ഡയറക്ടർ റോളിലേക്ക് കൊണ്ടുവരാനാണ് മോഹൻ ബഗാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ദിൽബരിസ് മുഖ്യ പരിശീലകനായിരിക്കും. ടെക്നിക്കൽ ഡയറക്ടർ റോളിലേക്ക് അന്റോണിയോ ലോപ്പസ് ഹബാസ് എത്തിയേക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൂടാതെ മലേഷ്യൻ ലീഗിൽ പ്രവർത്തിക്കുന്ന ഒരു പരിശീലകനെ ഇപ്പോൾ അവർ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ വേറെ 2 പരിശീലകർ, ഒന്ന് മുംബൈ സിറ്റിയുടെ പരിശീലകനായ പീറ്റർ ക്രാക്കിയാണ്. അദ്ദേഹത്തെ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ പരിശീലകനായിരുന്ന ഇവാൻ വുക്കുമനോവിച്ചിനെയും അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ 5 പേരുമായും മോഹൻ ബഗാൻ ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ട്. ഇവാൻ ആശാനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നിലവിൽ അദ്ദേഹം വരാൻ സാധ്യതയില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പഞ്ചാബ് FC പരിശീലകനായ ദിൽബരിസ് വരാനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യതകൾ. പക്ഷേ അന്തിമ തീരുമാനം അവർ എടുത്തിട്ടില്ല. ഏതായാലും ആരായിരിക്കും മോഹൻ ബഗാന്റെ പരിശീലകൻ എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഇവാൻ ആശാനുമായി അവരിപ്പോൾ ഇന്റർവ്യൂ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.